നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 15 ഇന്ന് ഫെബ്രുവരി 15 ശിവരാത്രിയാണ്. മഹാശിവരാത്രിയാകുന്നു. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ ദിനം. 1000 ഏകാദശി വ്രതങ്ങൾ നോൽക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാനമായും ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം രാത്രി 12 മണിക്ക് മുൻപായെങ്കിലും ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ആ കാര്യം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുന്നതും വരും ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായി തീരും. അതിനാൽ ആ കാര്യവും നിങ്ങൾ ചെയ്യണം. ഇന്നേ ദിവസം അഥവാ ശിവരാത്രി ദിവസം സന്ധ്യാസമയത്താണ് എങ്കിലും രാത്രി സമയത്താണ് എങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യത്തെക്കുറിച്ചും ഇന്നേ ദിവസം രാത്രിയിലാണ് എങ്കിലും ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രത്തെക്കുറിച്ചും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കണം. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ഇന്നേ ദിവസം വീടുകളിൽ പൊതുവായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്, അതിരാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി വിളക്ക് തെളിയിക്കുക എന്നതാണ് പ്രാധാന്യമേറിയ കാര്യം. അത് നിങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ചെയ്യുകയാണ് എങ്കിൽ വിശേഷം. അതല്ല എങ്കിൽ ഇന്നേ ദിവസം സൂര്യോദയത്തിന് മുൻപായാണ് എങ്കിലും നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. ഇന്നേ ദിവസം തീർച്ചയായും ഈ ഒരു കാര്യത്തിന് ഏവരും പ്രാധാന്യം നൽകണം. വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരാണ് എങ്കിലും നിർമ്മാല്യ ദർശനത്തിനും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും അത്രമേൽ പ്രാധാന്യം ഉള്ളതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം പരാമർശിക്കുന്നത്. പൂർണ്ണമായും ഇന്നേ ദിവസം ഉപവസിച്ച്, അതായത് ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. എന്നാൽ ഏവർക്കും ആരോഗ്യം അത് അനുവദിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ, അഥവാ ആരോഗ്യസ്ഥിതി അല്പം മോശമായവരാണ് എങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ശരീരം കൊണ്ടുള്ള ഉപവാസം മാത്രമല്ല, മനസ്സുകൊണ്ടുള്ള സമർപ്പണവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ദിനം മുഴുവൻ പഞ്ചാക്ഷരി മന്ത്രം അഥവാ ഓം നമഃശിവായ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യമാണ്. ശിവപുരാണം പാരായണം ചെയ്യുന്നതും ശിവസഹസ്രനാമം ചൊല്ലുന്നതും അതീവ പുണ്യകരമായ ഒരു കാര്യം തന്നെയായി പരാമർശിക്കാം. അതിനാൽ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ജാഗരണം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദിവസമാണ്. ശിവരാത്രി നാളിൽ രാത്രി ഉറങ്ങാതെ അഥവാ ജാഗരണം ശിവചിന്തയിൽ മുഴുകേണ്ടത് അനിവാര്യമാണ്. പിറ്റേന്ന് വൈകുന്നേരം, അതായത് ഫെബ്രുവരി 16 സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അത്താഴവും കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഉറങ്ങേണ്ടത് എന്ന കാര്യം ഓർക്കുക. അതായത് ഫെബ്രുവരി 16 പകലുറക്കം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം പകൽ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ശുഭകരമല്ല. ഇനി പരാമർശിക്കാനായി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ കാര്യം ഇന്നേ ദിവസം വീടുകളിൽ ഏവരും ചെയ്യേണ്ടതാണ്.
അതിനാൽ തീർച്ചയായും അതിരാവിലെ തന്നെ ഈ കാര്യങ്ങൾക്കുള്ള നിങ്ങൾ വീടുകളിൽ ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അനിവാര്യമാണ്. വിശിഷ്ടമായ ഭസ്മ നിർമ്മാണത്തിന് ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട്. ശിവരാത്രി സന്ധ്യയിൽ വീടിന്റെ മുറ്റത്ത് ചാണകം ഉണക്കിയത് അഥവാ ചാണക വറളി കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് അല്പം പഴയ ഒരു സമ്പ്രദായമാണ്. പലരും ഇന്നും ആചരിച്ചു പോരുന്നതും ഏറ്റവും ശക്തിയേറിയതുമായ ഒരു കാര്യമാണ്. ഇത് മഹാദേവന് അത്യന്തം പ്രിയപ്പെട്ടതും ഐശ്വര്യദായകവുമായ ഒരു കാര്യമാണ്. ഇപ്രകാരം കത്തിച്ചുണ്ടാക്കുന്നതായ ഭസ്മമാണ് അടുത്ത ശിവരാത്രി വരെ നാം നെറ്റിയിൽ ധരിക്കേണ്ടത് എന്നാണ് പറയുക. അതിനാൽ ഇന്നേ ദിവസം അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭസ്മമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇപ്രകാരം ഇന്നേ ദിവസം തയ്യാറാക്കുന്ന ആ ഭസ്മത്തിന് പ്രത്യേകമായ ചൈതന്യം പരമശിവന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഉയർച്ച നൽകുവാൻ സാധിക്കും വിധമായി മാറും. അത്രമേൽ ശക്തിയേറിയതായ ഭസ്മമാണ്. കാരണം നിങ്ങൾ തയ്യാറാക്കുന്നത് പോലും ശിവരാത്രി സന്ധ്യയിലാണ്. അപ്പോൾ ആ കാര്യത്തിന് അത്രമേൽ പ്രാധാന്യം നൽകണം. അടുത്ത ശിവരാത്രി വരെ ഇപ്രകാരം നിങ്ങൾ നെറ്റിയിൽ ധരിച്ചുകൊണ്ട് കുളിച്ച് ശുദ്ധിയോടെ ധരിച്ചുകൊണ്ട് ശിവനാമങ്ങൾ ജപിക്കുന്നത് ആ കുടുംബത്തിലെ രോഗദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒഴിവാക്കുന്നതിനും ആ വീടുകളിൽ ഐശ്വര്യവർദ്ധനവിനും സഹായകരമായ ഒരു കാര്യമാണ്. ഐശ്വര്യം നിറയ്ക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ രാവിലെ മുതൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇന്നേ ദിവസം രാത്രി സമയത്താണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് സമയം ലഭിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഈ ഒരു കാര്യം നിങ്ങൾ അറേഞ്ച് ചെയ്യുവാൻ ശ്രമിക്കണം. ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ മറ്റൊരു കാര്യം ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞായറാഴ്ചയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇത്തവണ ശിവരാത്രി ഞായറാഴ്ചയാണ് വരുന്നത് എന്നതും പ്രത്യേകതയാണ്. അതിനാൽ തന്നെ അതിരാവിലെ നിങ്ങൾ ഉണർന്ന് ശരീര ശുദ്ധിയോടെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇന്നേ ദിവസം രാവിലെ സൂര്യഭഗവാന് ജലം സമർപ്പിക്കുന്നത്, അർഘ്യം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇത് ചെയ്യുന്നതിലൂടെ ശിവപ്രീതിക്കൊപ്പം സൂര്യപ്രീതിയുമാണ് നിങ്ങൾ നേടിയെടുക്കുക എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം രാവിലെ തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യം ചെയ്യുന്നതും നിങ്ങൾക്ക് ഇരട്ടി ഫലമാണ് നൽകുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഉറക്കം ഒളിക്കേണ്ട ദിവസമാണ്. അതായത് വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസമാണ് നിങ്ങൾ ഉറക്കം ഒളിക്കേണ്ടത് എന്ന കാര്യം ഓർക്കണം. വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം ഉറക്കം ഒളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരിക്കലും മൊബൈലോ TV പോലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല നിങ്ങൾ ഉറക്കം ഒളിക്കേണ്ടത്. പകരം ശിവനാമങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ശിവനാമം ജപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. ശിവനാമങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം, ശിവമന്ത്രങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. കൂടാതെ ശിവപുരാണം ഇന്നേ ദിവസം നിങ്ങൾ പാരായണം ചെയ്യുന്നതും നിങ്ങൾക്ക് സർവ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അഥവാ അതിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ആ കാര്യം നിങ്ങൾക്ക് കേൾക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും ഭസ്മം വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും അത്രമേൽ വിശേഷമാണ്. ഇന്നേ ദിവസം ഏതൊരു തിരക്കുണ്ട് എങ്കിലും അതെല്ലാം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സമയം കണ്ടെത്തി നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കുടുംബത്തോടൊപ്പം തന്നെ ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇന്നേ ദിവസം ഭഗവാന് ധാര വഴിപാട് നടത്താം. കൂടാതെ ഇന്നേ ദിവസം കൂവളമാല ഭഗവാന് ചാർത്താം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുന്നതും ഉത്തമമാണ്. ഈ വഴിപാടുകൾക്കെല്ലാം കൃത്യമായ ഫലം ലഭിക്കുവാൻ പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നേ ദിവസം ഉറക്കമൊളിച്ചതിന് ശേഷം ഫെബ്രുവരി 16-ാം തീയതി അതിരാവിലെ തന്നെ നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പാരണ വീട്ടാവുന്നതുമാണ്. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ച വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.